റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജഡ്ജി ഹണി എം വർഗീസിനെതിരെ അതിജീവിത. മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ ഹണി എം വർഗീസ് ഭാഗമാണെന്ന് പരാതി. ഹണി എം വർഗീസിന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന് അതിജീവിതയുടെ ആവശ്യം. ഇടപെടൽ അഭ്യർത്ഥിച്ച് രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുള്ള നിവേദനവും നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിയമമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ആർ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപാൽ, ഇപ്പോൾ അതിജീവിത ജഡ്ജി ഹണി എം വർഗീസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ആക്ഷേപമുണ്ട്. ഈ മെമ്മറി കാർഡ് തുറന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് ഹണി എം വർഗീസിന് ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള സംസ്ഥാനത്തെ കൊളീജിയത്തിന്റെ ഹൈക്കോടതി ജഡ്ജിമാരുടെ കൊളീജിയത്തിന്റെ ശുപാർശയുടെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ അതിജീവിത ഇങ്ങനെയൊരു പരാതി നൽകിയിരിക്കുന്നത്? റോഷിപാൽ. അരുൺകുമാർ, സംസ്ഥാനത്ത് ഹൈക്കോടതി കൊളീജിയം കഴിഞ്ഞ ദിവസമാണ് ജഡ്ജി ഹണി എം വർഗീസിനെ ഹൈക്കോടതി ജസ്റ്റിസായി നിയമിക്കണമെന്ന ശുപാർശ അത് സുപ്രീം കോടതിക്ക് കൈമാറിയത്. ആ ശുപാർശ കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി അതിജീവിത ഇപ്പോൾ പരാതിയുമായി നിവേദനവുമായി ഇന്ത്യൻ പ്രസിഡന്റ്, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി, നിയമമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് നിവേദനവുമായി സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇടപെടൽ അടിയന്തരമായി രാഷ്ട്രപതിയുടേത് ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ്. തനിക്ക് കഴിഞ്ഞ 9 വർഷമായി നീതി ലഭിച്ചിട്ടില്ല. ഈ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ, പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിന്റെ ഭാഗമാണ് ജഡ്ജി ഹണി എം വർഗീസ് എന്ന പരാതി കൂടി ഈ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ മെമ്മറി കാർഡിന്റെ പരിശോധന, അതിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. ഇതിൽ ഇടപെടലുണ്ടെന്ന ആരോപണം കൂടി അതിജീവിത ഉയർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ മെമ്മറി കാർഡ് അനധികൃതമായി നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിന്റെ ഭാഗമായ ജഡ്ജി ഹണി എം വർഗീസിനെ ഒരു കാരണവശാലും പ്രൊമോഷൻ നൽകി അവരെ ഹൈക്കോടതി ജസ്റ്റിസാക്കി മാറ്റാൻ പാടില്ല എന്ന ആവശ്യമാണ് ഇപ്പോൾ അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഏറ്റവും കടുത്ത ഇടപെടൽ വേണമെന്ന ആവശ്യം കൂടി ഉയർത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, നിയമമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ്. കാരണം തനിക്ക് ഇത്രയും കാലമായിട്ട് നീതി ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മെമ്മറി കാർഡിലെ പീഡന ദൃശ്യങ്ങൾ ചോർന്നോ എന്ന ആശങ്കയുൾപ്പെടെ അതിജീവിത പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ച പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും സമീപിച്ചിരുന്നു അതിജീവിത. ഒടുവിൽ ഇപ്പോൾ ജഡ്ജ് ഹണി എം വർഗീസിന് പ്രൊമോഷൻ നൽകാനുള്ള നീക്കം സജീവമാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിജീവിത നീതി തേടി രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്ന അരുൺകുമാർ. ഓക്കെ, റോഷിപാലാണ് വിവരം നൽകിയത്. അതിജീവിത ഇപ്പോൾ പ്രിൻസിപ്പൽ ജഡ്ജി ഹണി എം വർഗീസിനെതിരെ പരാതിയുമായി പോയിരിക്കുന്നു. രാഷ്ട്രപതിക്ക് ഒപ്പം ചീഫ് ജസ്റ്റിസിന് ഒപ്പം നിയമമന്ത്രിക്ക് ഒക്കെ പരാതി അയച്ചിട്ടുണ്ട്. നിലവിൽ മെമ്മറി കാർഡ് ചോർന്നതിൽ ഹണി എം വർഗീസിന്റെ പങ്ക് എന്താണ് എന്നതുകൂടി അന്വേഷിക്കണം. അതുവരെ അവർക്ക് സ്ഥാനക്കയറ്റം നൽകരുത് എന്നുള്ളതാണ് അതിജീവിത പരാതിയിൽ പറയുന്നത്.